ഹലോ ഗൈസ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. E4 മലയാളം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു 15 മാഗ്നറ്റിന്റെ ഒരു സബ് വൂഫറാണ്. നമുക്ക് ലോ ബഡ്ജറ്റിൽ നല്ല ഹൈ ബാസ് ലഭിക്കുന്ന ഒരു നല്ല ക്വാളിറ്റിയുള്ള ഡബിൾ മാഗ്നറ്റ് ഉള്ള ഒരു സബ് വൂഫറാണ് ഇനി ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഗൈസ്, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതുപോലുള്ള യൂസ്ഫുൾ ആയ വീഡിയോസ് തുടർന്നും ലഭിക്കാനായി ഇപ്പോൾ തന്നെ വീഡിയോക്ക് താഴെ കാണുന്ന ചുവന്ന ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടനും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതുപോലെ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് ഓൺ ടൈം നോട്ടിഫിക്കേഷനായി ചേർന്നതായിരിക്കും. ഗൈസ്, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഗൈസ്, ഇതാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന മാഗ്നറ്റ് എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ 15 ഡബിൾ മാഗ്നറ്റ് സബ് വൂഫർ. ഇന്ന് നമ്മൾ ഇതിൻ്റെ അൺബോക്സിങ് റിവ്യൂ ആണ് ചെയ്യാൻ പോകുന്നത്. ഗൈസ്, സബ് വൂഫർ അൺബോക്സ് ചെയ്യുന്നതിന് മുന്നേ നമുക്കിതിൻ്റെ സ്പെസിഫിക്കേഷനൊക്കെ ഒന്ന് നോക്കാം, എന്നിട്ട് നമുക്ക് അൺബോക്സ് ചെയ്യാം. ഈ ഒരു സബ് വൂഫർ വരുന്നത് 10 ഇഞ്ചാണ്. 10 ഇഞ്ചിൽ മാക്സിമം വാട്ട്സ് വരുന്നത് 3600 വാട്ട്സാണ് മാക്സിമം വരുന്നത്. അത്രയും വാട്ട്സ് ഒന്നും നമുക്ക് 10 ഇഞ്ചിൽ കിട്ടാൻ സാധ്യതയില്ല. നമുക്കിതിൻ്റെ RMS എത്രയുണ്ടെന്ന് നോക്കാം. ഈ ഒരു സബ് വൂഫറിൻ്റെ RMS വരുന്നത് 250 വാട്ട്സാണ് RMS വരുന്നത്. നമുക്കൊരു 4 ട്രാൻസിസ്റ്റർ ബോർഡൊക്കെ ഉപയോഗിച്ചാൽ മതിയാവും. ഈ ഒരു വൂഫറിൻ്റെ സെൻസിറ്റിവിറ്റി വരുന്നത് 90 dB ആണ്. ഫ്രീക്വൻസി റെസ്പോൺസ് വരുന്നത് 35 ഹെർട്സ് മുതൽ 200 ഹെർട്സ് വരെയാണ് ഫ്രീക്വൻസി റെസ്പോൺസ് വരുന്നത്. ഇംപെഡൻസ് വരുന്നത് 4 ohms ആണ്. 4 ohms ആയതുകൊണ്ട് നമുക്ക് ഒരു 4 ട്രാൻസിസ്റ്റർ ബോർഡ് അല്ലെങ്കിൽ 4 മോസ്ഫെറ്റ് ബോർഡൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സബ് വൂഫർ നല്ല വർക്കിംഗ് ആയിരിക്കും. പഞ്ച് ബേസ് ആയിരിക്കും വരുന്നത്, ഡബിൾ മാഗ്നറ്റ് ആയതുകൊണ്ട്. ഗൈസ്, അപ്പോൾ നമുക്ക് സബ് വൂഫർ ഒന്ന് അൺബോക്സ് ചെയ്യാം. നല്ല പാക്കിങ്ങിൽ തന്നെയാണ് സബ് വൂഫർ നമുക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ ഡാമേജും കാര്യങ്ങളൊക്കെ വരാൻ സാധ്യത വളരെ കുറവാണ്. നമുക്ക് തുറക്കുമ്പോൾ തന്നെ ഇതിൻ്റെ വാറണ്ടി കാർഡാണ് വരുന്നത്. പക്ഷേ നമുക്ക് ഈ ഒരു സബ് വൂഫറിന് വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നില്ല. കാർഡ് മാറ്റി വെച്ചിട്ട് നമുക്ക് വൂഫർ ഒന്ന് വെളിയിലെടുക്കാം. ഞാൻ ഒരു കയ്യിലാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ നമുക്ക് സബ് വൂഫർ എടുത്ത് പുറത്ത് വെച്ചതിന് ശേഷം ഡീറ്റെയിൽ ആയിട്ടൊന്ന് പരിചയപ്പെടാം. ഈ ഒരു സബ് വൂഫർ നോർമൽ സബ് വൂഫറിൻ്റെ വെയിറ്റ് അല്ല, അത്യാവശ്യം നല്ല വെയിറ്റ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു കൈ കൊണ്ട് ബോക്സിൽ നിന്ന് വെളിയിലെടുത്ത് വെക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമുക്ക് വെളിയിലെടുത്ത് വെച്ചതിന് ശേഷം നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പരിചയപ്പെടാം. നമ്മളിപ്പോൾ ബോക്സിനകത്ത് നിന്ന് എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് നമുക്ക് ഈ ഒരു സബ് വൂഫറിൻ്റെ ലുക്ക് വരുന്നത്. ബിൽഡ് ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഹെവി ക്വാളിറ്റിയിൽ തന്നെയാണ് ഇതിൻ്റെ ഫ്രെയിമും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. ഇതാണ് നമുക്ക് ഇതിൻ്റെ സ്പീക്കർ ടെർമിനൽ വരുന്നത്. ഈ ഒരു സബ് വൂഫറിന് നമുക്ക് സോൾഡറിങ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ജാക്കിനകത്ത് നമ്മൾ വയർ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി, അവിടെ ലോക്കായിട്ട് നിന്നോളും. ഈ ഒരു വൂഫറിനകത്ത് വന്നിരിക്കുന്ന മാഗ്നറ്റ് നല്ല ക്വാളിറ്റിയുള്ള ഹെവി ആയിട്ടുള്ള ഡബിൾ മാഗ്നറ്റാണ് വന്നിരിക്കുന്നത്. അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റിയുള്ള ഫ്രെയിമും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വന്നിരിക്കുന്നത്. നോർമൽ സബ് വൂഫറിൻ്റെ വെയിറ്റ് വരുന്നത് സാധാരണ ഒരു 2 കിലോ 2.5 കിലോയ്ക്കൊക്കെ അടുത്താണ് വരുന്നത്. ഈ ഒരു സബ് വൂഫർ 3.5 കിലോ വരുന്നുണ്ട്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി മനസ്സിലാവുന്നതാണ്. നല്ല ക്വാളിറ്റിയുള്ള ഫ്രെയിമും കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത്. ഇതാണ് നമ്മുടെ സ്പീക്കർ കണക്ടർ. നമ്മളിതൊന്ന് പ്രസ് ചെയ്തിട്ട് അതിലേക്ക് വയർ ഇൻസേർട്ട് ചെയ്താൽ മതി. ഈ ഒരു വൂഫറിൻ്റെ എഡ്ജ് വരുന്നത് റബ്ബർ എഡ്ജാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല സ്മൂത്തായിട്ട് വൂഫർ മൂവ്മെൻറ്റ് ചെയ്യുന്നതാണ്. ലോ ബഡ്ജറ്റിൽ ഹൈ ബാസ് ലഭിക്കുന്ന നല്ല അടിപൊളി ഒരു സബ് വൂഫർ തന്നെയാണ് മാഗ്നറ്റിൻ്റെ സബ് വൂഫർ. ഇത് 10 ഇഞ്ച് 8 ഇഞ്ച് 12 ഇഞ്ചിലൊക്കെ അവൈലബിൾ ആണ്. 10 ഇഞ്ച് സബ് വൂഫറിൻ്റെ പ്രൈസ് വരുന്നത് 1900 12 ഇഞ്ച് സബ് വൂഫറിൻ്റെ പ്രൈസ് വരുന്നത് 2900 വരുന്നത്. ഗൈസ്, ഈ ഒരു സബ് വൂഫർ നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ വെക്കാം. ആ ലിങ്ക് വഴി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഗൈസ്, ഇത്രയാണ് ഈ ഒരു സബ് വൂഫറിൻ്റെ ഡീറ്റെയിൽസ് വരുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള ഉപകാരപ്രദമായ വീഡിയോസ് തുടർന്നും ലഭിക്കാനായി ഇപ്പോൾ തന്നെ വീഡിയോയ്ക്ക് താഴെ കാണുന്ന ചുവന്ന ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടനും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതുപോലെ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് ഓൺ ടൈം നോട്ടിഫിക്കേഷനായി എത്തിച്ചേരുന്നതായിരിക്കും. അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നത് വരെ ഇറ്റ്സ് മീ ജിതിൻ സൈനിങ് ഓഫ് ഫ്രം E4 മലയാളം.